ഹലോ, റൈസ് കുക്കറിൽ നമുക്ക് നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പം നമ്മളിതാ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി, ഒരു തേങ്ങയും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഉലുവയും, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി കൈവച്ചൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത്, ഈ പാത്രത്തിൻ്റെ വരക്ക് അത്രക്കാണ് കേട്ടോ ഞാൻ അരി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക കേട്ടോ. വെള്ളത്തിൽ നിന്നും മുന്തി നിൽക്കണം ഉപ്പ് കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി. ഇതുപോലെ റൈസ് കുക്കറിൽ മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുകയാണേ, സപ്പോർട്ട് ചെയ്യുക.